आज मेरा पास ഫാൻസ് പെയിൻറ്റിങ് ചലഞ്ച് ജയിലർ ഹേ ജയിലർ. അപ്പം ഇന്ന് ഫാൻസ് പെയിൻറ്റിങ് ചലഞ്ചിന് എൻ്റെ ഒന്ന് ചിലത് അനിയേട്ടനാണ്. അനിയേട്ടനിപ്പോൾ ജയിലറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഒരു നല്ലൊരു വ്യക്തിയാണ്, ഒരു ലീഡറാണ്, നാട്ടിലെല്ലാം മെയിനാണ്, പിള്ളേർക്കെല്ലാം ഭയങ്കര കാര്യമാണ്. ഓക്കെ, പ്രശംസ ഇഷ്ടമല്ല. അപ്പോൾ പുള്ളിയുടെ ഫീൽഡിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും പറയുന്നതായിരിക്കും. PSC അഗ്രഗണ്യൻ ഹേ കുറേ ലിസ്റ്റിലെല്ലാം വന്നിട്ടുണ്ടായില്ല. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? അതായത് പിന്നെ ആദ്യം തന്നെ പരിചയപ്പെടുത്തിയത് ചെറിയ വ്യത്യാസമുണ്ട്. ജയിലറല്ല. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ജയിലിലത്തെ സ്റ്റാഫിനെ കുറിച്ചിട്ട് പൊതുവെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അറിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓഹോ, എന്നാ ശരി. അതായത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നാണ് ചെറിയ ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ, അത് കഴിഞ്ഞാൽ പിന്നെ ജയിലർ. അങ്ങനെയാണ് നമ്മളെ പിന്നെ അതെ PSC. പിന്നെ ഞാൻ PSC ലിസ്റ്റിലൊക്കെ ഉണ്ട്. PSCയിലേക്ക് അവസാനം എത്തിപ്പെട്ടാണ്. അതിന് മുമ്പ് ജീവിതത്തിൽ പല മേഖലകളിൽ അങ്ങനെ പോയിട്ടുണ്ട്. അതായത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പണ്ടത്തെ ഒരു ഇത് എല്ലാവരും പറയും. ഓക്കെ, ഇപ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് ആണ്. ജയിലർ മാത്രമല്ല, ഞാൻ കുറെ ഇപ്പോൾ PSCയിൽ കുറച്ച് ലാസ്റ്റ് കുറെ ലിസ്റ്റുകളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ PSCയിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടോ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. അഗ്രഗണ്യനാണ്. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം എല്ലാ ലിസ്റ്റിലും കയറാൻ വേണ്ടിയിട്ട് ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എടാ, നിന്റെ പ്രായം തന്നെയല്ലേ അവനും, നീ അവനെ കണ്ടുപഠിക്കും. അങ്ങനെയൊന്നുമില്ല, നമുക്ക് പറ്റുന്ന സഹായം എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ അതുപോലെ എനിക്ക് അതൊരു ആഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി പിന്നെ PSC ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ നെഗറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ അനിയേട്ടൻ്റെ ഫാൻസ് എല്ലാവരും കമന്റ് ബോക്സിൽ ഹൃദയം നൽകിക്കൊണ്ട് സപ്പോർട്ട് കർദോന. സഹായം